وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم الهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ ഒരു സാലിഹായ അമലാക്കി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പറയുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലാഹു നമ്മളിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. എന്തെല്ലാം കാര്യങ്ങളിൽ അമലിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതൊക്കെയും അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നിബിതങ്ങളോടും സഹാബാക്കളോടൊക്കെയുള്ള സ്നേഹം അല്ലാഹു നമ്മളിൽ വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരാഴ്ച ലീവ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുനരാരംഭിക്കുകയാണല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ബദർ യുദ്ധത്തിനും ഉഹദ് യുദ്ധത്തിനും ഇടയിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ സൂചിപ്പിച്ചു പോവുകയാണ് നമ്മൾ ചെയ്തത്. അതിൽ പ്രധാനമായിട്ടും കുറേ സൈനിക നീക്കങ്ങൾ, യുദ്ധങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റൂല അല്ലേ. ഒരു രക്തച്ചൊരിച്ചിലോ പോരാട്ടമോ ഒന്നും അതിലുണ്ടായിട്ടില്ല. നമ്മൾ വിശദമായി കേട്ടു. കുറച്ച് സൈനിക നീക്കങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നേതൃത്വത്തിലും സഹാബാക്കളെ അയച്ചിട്ടൊക്കെ നടത്തി. അതേപോലെ തന്നെ മദീനത്ത് ചില ശുദ്ധീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. ഫിത്നയുടെ ആണിക്കല്ലായി സമൂഹത്തിൽ ഛിദ്രതയും ഭിന്നിപ്പും തമ്മിലടിയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകളെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നടപടികളെ പറ്റിയും നമ്മൾ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇന്നും നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത്. നബി ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, ത്രില്ലിംഗ് ആയ, കേൾക്കാൻ നല്ല രസമുള്ള, ആകർഷണീയമായ സംഭവങ്ങളിൽ ഒന്നായി നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. ഈ സംഭവം പറയുമ്പോൾ നമുക്ക് ശരിക്കും സഹാബാക്കൾ ആരായിരുന്നു, എന്തായിരുന്നു അവരുടെ കപ്പാസിറ്റി, കഴിവ്, അവരൊരു ദൗത്യം ഏറ്റെടുത്താൽ അല്ലെങ്കിൽ ഒരു മിഷൻ അവർ ഏറ്റെടുത്താൽ എത്രമാത്രം കൃത്യതയോടുകൂടി അവരത് പൂർത്തീകരിച്ചിരുന്നത്, അതിലുള്ള അവരുടെ ഡെഡിക്കേഷൻ, വെൽ പ്ലാനിങ്, വെൽ എക്സിക്യൂഷൻ, അതേപോലെ നല്ല പ്രിപ്പറേഷൻ, ഇതൊക്കെ എത്രമാത്രം ഉയർന്ന തരത്തിലായിരുന്നു എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. അത് ബദറിന് ശേഷം ഉഹദിന് മുമ്പായിട്ട് ഏകദേശം ഹിജറ 3-ാമത്തെ വർഷത്തിൽ നടന്ന സംഭവം. സാധാരണ രീതിയിൽ നമ്മൾ സിനിമകളും സീരിയലുകളൊക്കെ അധികം പേരും കാണാറുണ്ട്, അതൊക്കെ കണ്ട് ആവേശം കൊള്ളാറുണ്ട്. പക്ഷേ സിനിമകൾ, സീരിയലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംവിധായകൻ അയാളുടെ തലയിൽ ഉദിച്ചൊരു കഥ എഴുതുന്നു, അതിനൊപ്പിച്ച് നല്ല അഭിനേതാക്കൾ അഭിനയിക്കുന്നു. ആ അഭിനയ രംഗങ്ങൾ കണ്ടിട്ട് പലപ്പോഴും നമ്മൾ ആവേശഭരിതരാകൽ. പക്ഷേ സഹാബാക്കളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ എല്ലാം റിയൽ ലൈഫ് സ്റ്റോറീസാണ്, യഥാർത്ഥ ജീവിതത്തിൽ നടന്നതാണ്. ഒന്നും കെട്ടുകഥകളല്ല, സഹിഹായ റിവായത്തുകളിലൂടെ സരതോടുകൂടി സ്ഥിരപ്പെട്ടതാണ്. അതെന്ന് പറഞ്ഞാൽ ഈ സിനിമാ സീരിയലുകളിൽ പറയുന്ന കഥകളേക്കാൾ നമ്മളെ രസിപ്പിക്കുന്നതും ആവേശം കൊള്ളിക്കുന്നതുമാണ്. അതുകൊണ്ട് പണ്ട് മുതലേ ഞങ്ങളോട് പറയുന്നത്, നമ്മുടെ ഈ ക്ലാസ്സിൽ പ്രത്യേകിച്ചും യുവാക്കളായ യങ്സ്റ്റേഴ്സായ ആളുകളെ കുറച്ചുകൂടി ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമ്മളെക്കാട്ടി കൂടുതൽ അവർക്ക് ഇത് എഫക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നിനും അവർ പോവില്ല. കാരണം അത്രക്കും രസമുള്ള സംഭവങ്ങളാൽ, ആയിരക്കണക്കിന് സംഭവങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇസ്ലാമിക ചരിത്രം. അല്ലാഹു മനസ്സിലാക്കാനും കാര്യങ്ങൾ അറിയാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അത് അറിയേണ്ട പോലെ അറിയണം, അവതരിപ്പിക്കേണ്ടതുപോലെ അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലേക്കും നമുക്ക് പോകേണ്ടി വരുമല്ലോ, ഹറാമായ മറ്റു കാര്യങ്ങളിലേക്കും. അങ്ങനെയുള്ളൊരു സംഭവം ഇന്ന് പറയണത്. അപ്പോൾ എല്ലാം റെഡിയല്ലേ കേൾക്കാൻ? അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ സംഭവം പറയുമ്പം നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് പോകണം. കണ്ണൂർ മന്നയിൽ നിന്ന് നിങ്ങൾ യാത്ര ചെയ്ത് കുറച്ച് വർഷം പിന്നിലേക്ക് പോകണം. കുറച്ച് കിലോമീറ്ററുകൾ അധികം യാത്ര ചെയ്യണം. മദീനത്തെത്തി ഒരു 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തെത്തി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അകക്കണ്ണുകൊണ്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന കഅബ് ബിൻ അൽ അഷ്റഫ് ലഅനത്തുല്ലാഹി അലൈഹി എന്നൊരു ജൂത ഭീകരൻ, ഒരു ടെററിസ്റ്റ്, ഒരു തീവ്രവാദി.
അയാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും കൂടി കൈകാര്യം ചെയ്ത വധിച്ച സംഭവമാണ് നമ്മൾ പറയാൻ വന്നത്. ഖത്ലു കഅബ് ബിൻ അഷ്റഫ്. ഈ കഅബ് ബിൻ അഷ്റഫിൻ്റെ ഉപ്പ അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഒരു അറബിയാണ്, ജൂതനൊന്നുമല്ല, തയ്യ ഗോത്രത്തിൽപ്പെട്ട ഒരു അറബിയാണ്. അയാൾ പണ്ട് കാലത്തെ അയാളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ട് സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാണ്ട് മദീനത്തേക്ക് പലായനം ചെയ്തു വന്നു. മദീനത്തെത്തി ബനൂ നളീർ ഗോത്രവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ ഗോത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളുടെ മകളെ ഇദ്ദേഹം വിവാഹം ചെയ്തു. ആ ദമ്പതികൾക്ക് പിറന്ന കുട്ടിയാണ് ആര്? കഅബ് ഇബ്നുൽ അഷ്റഫ്. ഒരു നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമായിരുന്നു. അതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ആളായിരുന്നു ഈ കഅബ് അഷ്റഫ്. അതോടൊപ്പം തന്നെ അവനൊരു പ്രത്യേക കഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പദ്യം പാടാനുള്ള ഷായറായിരുന്നു കഅബ് ഇബ്നുൽ അഷ്റഫ്. അന്ന് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള മീഡിയ, ഏറ്റവും സ്വാധീനമുള്ളൊരു സംഭവം അത് പദ്യമായിരുന്നു. അതിന് ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തോളം വേറെ ഒന്നിനും സാധിക്കുമായിരുന്നില്ല. വേണമെങ്കിൽ ഒരു ഗോത്രത്തെ മുഴുവൻ തകർക്കാൻ ഒറ്റ പദ്യം കൊണ്ട് കഴിയും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആൾക്ക് മറ്റൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അയാൾ ചെയ്യാമെന്ന് ഏതെങ്കിലും വലിയൊരു പദ്യകാരന് കൊണ്ടുപോയി കുറച്ച് കാശ് കൊടുക്കും. എന്നിട്ട് അയാൾക്കെതിരെ പദ്യം പറയാൻ വേണ്ടി പറയും. ഇങ്ങനെ ഇയാൾ ഒരു നല്ല പദ്യം അയാൾക്കെതിരെ പാടി അത് വൈറലായി, നമ്മളെ ഭാഷ പറഞ്ഞാൽ അതങ്ങ് വൈറലായാൽ പിന്നെ അയാളുടെ മക്കൾക്ക് പെണ്ണ് കിട്ടൂല, അയാളെ കണ്ട് ആരും ചിരിക്കൂല, അയാളുടെ അടുത്ത് ഇടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കൂല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായ പിന്നെ നമ്മൾ കുറേ നല്ല ആൾക്കാർ നാണം കെട്ടു പോകുന്നില്ലേ, ചിലപ്പോൾ അത് നിർമ്മിതമായ വീഡിയോ ആയിരിക്കും. അതുപോലെ പദ്യത്തിനന്ന് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കഴിവ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അറബികൾക്കിടയിലും ജൂതന്മാർക്കിടയിലും നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരുന്നു ആര്? ഈ കഅബ് ഇബ്നുൽ അഷ്റഫ്. ഇയാൾ ഉമ്മയുടെയും കാരണവന്മാരുടെയും ദീന സ്വീകരിച്ചത്, ജൂതമതം അല്ലേ. അറബിയായ ആൾ വന്നിട്ട് ജൂതപ്പെണ്ണിനെ വിവാഹം കഴിച്ചു. അപ്പോൾ ഈ മകൻ കഅബ് ഇബ്നുൽ അഷ്റഫ് ഉമ്മയുടെയും കാരണവന്മാരുടെയും മതം സ്വീകരിച്ചു. റസൂലുള്ളാഹി വരുമ്പോഴേക്ക് ഇവൻ ബനൂ നളീർ ഗോത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് അറബികളുടെയും ജൂതന്മാരുടെയൊക്കെ ഒരു വലിയ സ്വാധീനമുള്ള ഒരു മനുഷ്യനായി, അമീറായി, ഖായിദായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അവന് വലിയൊരു കോട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹിനെ ബാക്കിയുള്ള യഹൂദികൾ ഇഷ്ടപ്പെടാത്തതുപോലെ ഇവനക്കും തീരെ ഇഷ്ടമല്ലായിരുന്നു. ബദറിൽ ജയിച്ചു എന്നും കൂടി അറിഞ്ഞപ്പം ആ സന്തോഷ വാർത്തയായിട്ട് അബ്ദുല്ലാഹിബ്നു റവാഹയും സെയ്ദ് ബിൻ ഹാരിസയും, രണ്ട് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും, അവരെയാണല്ലോ റസൂൽ അയച്ചത്. അവർ തിരിച്ചു വന്ന് ഈ സന്തോഷ വാർത്തയും കൂടി അറിയിച്ച് ഇതും കൂടി അവൻ അറിഞ്ഞപ്പോഴത്തേക്കും അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അവൻ ചോദിച്ചു, എന്താ ഈ പറയുന്നത്? മക്കത്തെ ഇത്രയും വലിയ നേതാക്കളായ അബൂജഹലിനെ കൂട്ടരെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നു വന്നോ, അവരെ പരാജയപ്പെടുത്തി വന്നോ? ഞാൻ കേൾക്കുന്ന ഈ വാർത്ത സത്യമാണോ? അഥവാ ഈ വാർത്ത സത്യമാണെങ്കിൽ ലബത്തുനുൽ അർളി ഖൈറു മിൻ ലഹരിഹ, ഭൂമിയുടെ മേലേക്കാൾ ഖൈർ എനിക്ക് ഭൂമിയുടെ അടിയാണ്. അതായത് ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാ ഖൈർ. ഈ ഒറ്റ വാക്ക് മതി കരാർ ലംഘനമായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓനെന്താ പറഞ്ഞത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യഹൂദികളെ നബിതങ്ങളുമായിട്ട് കരാറിലായിട്ട് കഴിയുന്നവരാ, മദീനയുടെ ഭാഗമാണ്. അപ്പോൾ മദീനത്ത് നിന്ന് പോയ ഒരു സൈന്യം ജയിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഇവൻ പറയാ, എന്ത്, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാണ് നല്ലത്. അത് തന്നെ മതി അവൻ കരാർ ലംഘിച്ചതിന് തെളിവായിട്ട്, അത് തന്നെ മതി അവനെ കൊല്ലാനുള്ള കാരണമായിട്ട്. പക്ഷെ റസൂലുള്ളാഹി വെയിറ്റ് ചെയ്തു. അങ്ങനെ നബിതങ്ങളും സഹാബാക്കളും തിരിച്ചെത്തുന്നവർ ഇവൻ കാത്തു നിന്ന് ഈ വാർത്ത സത്യമാണെന്നറിയാം. സത്യമാണെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് പിന്നെ ഇവന് സഹിച്ചില്ല. ഇവൻ്റെ കഴിവ് ഉപയോഗിച്ച് ഒരുപാട് പദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെയൊക്കെ മോശമായിട്ട് പാടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അത് നല്ല ഇൻഫ്ലുവൻസ്, സ്വാധീനം ചെലുത്തുമല്ലോ. എന്ന് മാത്രമല്ല, ഇവനൊരു വാഹനപ്പുറത്തേറി നേരെ മക്കയിലേക്ക് പോയി. അതുകൊണ്ട് അവന് ജൂത ഭീകരവാദി, ജൂത തീവ്രവാദി, ടെററിസ്റ്റ് എന്നൊക്കെ വിളിച്ചത്. സ്വന്തം നാട്ടിൽ നിന്ന് ആ നാടുമായിട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട സൈന്യത്തിൻ്റെ അടുക്കലേക്ക് ഇവൻ പോയി. അവിടെ പോയിട്ട് ഓരോ മക്കത്ത് ഈ മദറിൽ ശക്തമായ അടിയേറ്റ ഓരോ കുടുംബക്കാരുടെ അടുക്കൽ ഇവൻ പോയി ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങിയിട്ട് അവരുടെ അടുക്കൽ നിന്നിട്ട് റസൂലുള്ളാഹിനെയും സഹാബാക്കളെയൊക്കെ മോശമായിട്ട് പാട്ടുപാടും. അതേപോലെ തന്നെ ഇവരിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ പൊക്കി പറഞ്ഞിട്ടും അവരുടെ പേരിൽ കരഞ്ഞിട്ടും അവരെ ആവേശം കൊള്ളിച്ചിട്ടും പ്രതികാരമെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചും കൊണ്ടൊക്കെ കുറേ പദ്യങ്ങൾ പാടിയിട്ട് അവരൊക്കെ ഇളക്കി വിടാൻ തുടങ്ങി. അത്രത്തോളം എന്ന് പറഞ്ഞാൽ അവസാനം അബൂ സുഫിയാൻ ആണല്ലോ അവിടുത്തെ നേതാവ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂ സുഫിയാൻ ആ സമയത്ത് അവസാനം ഇവനെ ഇളക്കാൻ വേണ്ടിയിട്ട്, ഇവനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഒരിക്കൽ ഇവനിങ്ങനെ എല്ലായിടത്തും വന്നിങ്ങനെ ഭയങ്കര സപ്പോർട്ടൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ചോദിച്ച്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, നീ അതിന് മറുപടി പറയൂ? ആ ചോദിച്ചോളൂ. ഞങ്ങളാണോ ഖൈർ അതല്ല മുഹമ്മദാണോ ഖൈർ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞങ്ങളുടെ ദീനാണോ ഖൈർ അതല്ല മുഹമ്മദിൻ്റെ ദീനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇവൻ അതും സമ്മതിച്ചു കൊടുത്തു. മുഹമ്മദിനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിൻ്റെ ദീനിനേക്കാൾ ഖൈർ നിങ്ങളുടെ ദീനാണ്, അവനേക്കാൾ ഖൈർ നിങ്ങളാണെന്ന് സംബന്ധിച്ച് ചില റിവായത്തുകൾ വരുന്നുണ്ട്. അബൂ സുഫിയാൻ ഒരു വിഗ്രഹത്തോട് സുജൂദ് ചെയ്യാൻ വേണ്ടി ഇവനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇവൻ അതും ചെയ്തു. അവരോടുള്ള സപ്പോർട്ട് അറിയിക്കണം. അബൂ സുഫിയാൻ നിങ്ങൾ ഇളക്കി വിടുന്നതാണല്ലോ, ഇളക്കി വിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അതും ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, അലം തറ ഇലല്ലദീന ഊതു
ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. കാരണം വേദഗ്രന്ഥം കിട്ടിയ ആളുകളല്ലേ ഇവർ, നമ്മളുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളല്ലേ, യഹൂദികളല്ലേ. ഇവരെന്നെ പോയിട്ട് നബി കാണുന്നില്ലേ, അള്ളാഹ് ചോദിക്കുക, നബി കാണുന്നില്ലേ? ഇവർ പോയിട്ട് അവരോട് പറയാ, മുഅ്മിനീങ്ങളെക്കാൾ കൂടുതൽ സന്മാർഗം പ്രാപിച്ചവർ നിങ്ങളാണെന്ന് മുശ്രിക്കീങ്ങളോട് പോയി പറയാം. റസൂൽ അള്ളാഹു കടുത്ത ഭാഷയിൽ ഖുർആനിൽ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറക്കി. അപ്പോൾ റസൂൽ ഇതെല്ലാം അറിയുന്നുണ്ട്. കാരണം പദ്യം അത്രക്കും കാട്ടുതീ പോലെ പരക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നില്ലേ. ചിലപ്പം ഇവിടെ നിന്ന് അവിടെ പോയി ആളെത്താൻ വേണ്ടി 5-6 ദിവസം പിടിക്കും. പക്ഷെ ഒരു പദ്യം വൈറലാവാൻ തുടങ്ങിയാൽ പെട്ടെന്ന് എത്തുമായിരുന്നു. അപ്പോൾ ഇവൻ ഓരോ സ്ഥലത്ത് പോയി പാട്ട് പാടുന്നുണ്ട് എന്നുള്ള വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. നബി തങ്ങൾ അതിന് മറുപടി പറയാൻ വേണ്ടി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ, ഒരു ഷായർ. നബി തങ്ങൾ അദ്ദേഹത്തെ ഏർപ്പെടുത്തിയിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് നബി തങ്ങളുടെ ചാരന്മാർ വഴി ഈ കഅബുൽ അഷ്റഫ് ഏത് വീട്ടിലാണ് പോയി ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയും റസൂലുള്ളാഹിക്ക് അത് വിവരം കിട്ടിയിട്ടുണ്ട്, അള്ളാഹു അറിയിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഈ കിട്ടിയ വിവരം റസൂലുള്ളാഹി ഹസ്സാൻ ഇബ്നു സാബിത്തിന് പറഞ്ഞു കൊടുക്കും. ഹസ്സാൻ ഇബ്നു സാബിത്ത് ആ കുടുംബത്തെയും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു പദ്യം പാടും. അപ്പോൾ ആദ്യം ഇവൻ പോയി ഇറങ്ങിയത് അൽ മുത്തലിബ് നബി വദാഅത്ത് സഹ്മി എന്ന് പറഞ്ഞ ഒരു മുശ്രിക്കിൻ്റെ വീട്ടിലാണ്. കുറച്ചാൾ അവിടെ തങ്ങി, അവരെ പറഞ്ഞ് ആവേശമെല്ലാം കയറ്റി, ഭയങ്കര സ്വീകരണമൊക്കെ. ഒരു ദിവസം രാവിലെ ഉണ്ട്, ഇവൻ എഴുന്നേറ്റ് നോക്കുമ്പം ആ മുത്തലിബിന് വദാഅത്ത് സഹ്മിയുടെ ഭാര്യ ഇവൻ്റെ കെട്ടുമുട്ടലെടുത്ത് പുറത്തിറങ്ങിയിട്ട് ഇറങ്ങിപ്പോടാന്ന് പറയും. നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഹസ്സാൻ അവിടുന്ന് തിരിച്ച് പാടിയ പാട്ട് ഇവർക്ക് കൊണ്ട് ഇവരുടെ കുടുംബത്തെയും വെച്ച് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞു. അത് അത്രയും വേഗത്തിൽ ഇവിടെ എത്തിയപ്പോൾ പിറ്റേ ദിവസം എന്തായി? ഇവൻ പുറത്തായി. അങ്ങനെ പിന്നെ അടുത്ത വീട്ടിൽ പോയി അവിടെ നിന്ന് പാട്ട് വേണം തുടങ്ങി. അവിടെയും മറുപടി പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാനെ ഏൽപ്പിച്ചു. അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണം. ചുരുക്കി പറഞ്ഞാൽ തിരിച്ച് മക്കത്തേക്ക് ഇവൻ മദീനത്തേക്ക് തിരിച്ചെത്തി. അപ്പോഴേക്ക് ഏകദേശം മക്കക്കാരുടെ മനസ്സിൽ പ്രതികാരാഗ്നി ഇവൻ നിറച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചങ്ങോട്ടേക്ക് തന്നെ വന്നത്, മദീനത്തേക്ക് തന്നെ വന്നത്. മദീനത്ത് വന്നിട്ട് ഇവൻ മിണ്ടാതിരുന്നില്ല. റസൂലുള്ളാഹിക്കെതിരെ പാട്ടുപാടി നബിതങ്ങളെ മോശമാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, പാവങ്ങളായ സഹാബാക്കളുടെ പെണ്ണുങ്ങളെ പോലും മോശമാക്കിക്കൊണ്ട് ഇവൻ പാട്ടുപാടി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ, അവരെക്കുറിച്ച് പോലും ഇവൻ വളരെ മോശമായ പദ്യങ്ങൾ എഴുതിയുണ്ടാക്കി പാടി പ്രചരിപ്പിച്ചു. അപ്പോൾ പിന്നെ ഇവൻ്റെ ഷർറ് താങ്ങാൻ കഴിയുന്നില്ല. ഈ ക്രൂരനായ ഭീകരനായ തീവ്രവാദിയായ ഈ ടെററിസ്റ്റിനെ ഇല്ലാതാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, അപ്പോൾ എന്നിട്ട് നബിതങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള സഹാബാക്കൾ ഇരിക്കുന്ന സദസ്സിൽ നബിതങ്ങൾ ഇപ്രകാരം ചോദിച്ചു, മല്ലി കഅബ് ഇബ്നുൽ അഷ്റഫ് ഫഇന്നഹു ഖദ് ആദല്ലാഹ വറസൂലഹു. കഅബ് ഇബ്നു അഷ്റഫിനെ എനിക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ ആരാണ് തയ്യാർ? നിങ്ങളിങ്ങനെ സങ്കല്പിക്കണേ, നബിതങ്ങൾ പള്ളിയിലിരിക്കുന്നു, അബൂബക്കറിനെ പോലെ സഅദ് ഇബ്നു മുആദിനെ പോലെയുള്ള കുറച്ച് സഹാബാക്കൾ, പ്രധാനികളായ സഹാബാക്കൾ സദസ്സിലുണ്ട്. ആ സദസ്സിൽ വലിയൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുക, മല്ലി കഅബ് ഇബ്നുൽ അഷ്റഫ്, എനിക്ക് വേണ്ടി കഅബ് ഇബ്നുൽ അഷ്റഫിനെ കൈകാര്യം ചെയ്യാൻ തയ്യാറുള്ളവരാരുണ്ട്? കാരണം അവൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കഅബ് ഇബ്നുൽ അഷ്റഫ് ബനൂ നളീർ ഗോത്രത്തിൻ്റെ നേതാവാണ്. ഇവൻ ഒറ്റൊരുത്തൻ ചെയ്ത ഈ പ്രവർത്തനങ്ങളുടെ പേരിൽ മൊത്തം ബനൂ നളീറിനെതിരെ റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ രാജ്യ നിയമം അനുസരിച്ചിട്ട് നടപടി സ്വീകരിക്കാം, അവരെ പുറത്താക്കാം. പക്ഷെ റസൂലുള്ളാഹി പുറത്താക്കിയില്ല. കുറച്ചും കൂടി നോക്കാം, അവനെതിരെ മാത്രമാണ് നടപടി സ്വീകരിക്കുന്നത്. രണ്ടാമത്, ഇവിടെ കഅബ് ഇബ്നുൽ അഷ്റഫിനെ കൈകാര്യം ചെയ്യണം, കൊല്ലണമെന്ന് പറയുന്നത് ആരാ? അന്നത്തെ രാജ്യത്തിൻ്റെ രാജാവാണ്, പ്രസിഡൻ്റാണ്. ആരാണോ അന്ന് പദവിയിൽ ഇരിക്കുന്ന അയാളാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും വിഘടനവാദികളുടെ അല്ല വിഘടന ഗ്രൂപ്പുകളുടെ നേതാവ് പ്രതിഷേധമുയർത്തി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതല്ല, മറിച്ച് അന്നത്തെ സിസ്റ്റം, പോലീസുകാരോട് പട്ടാളക്കാരോട് അന്നത്തെ പ്രസിഡന്റ് രാജാവാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഈ സംഭവത്തെ. അപ്പോൾ ആരെനിക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ തയ്യാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ഉണ്ട് ഒരു സാധാരണക്കാരനായ മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു, നമ്മൾ പേര് കേട്ടിട്ടുണ്ടോ? പേര് പോലും കേട്ടിട്ടുണ്ടാവും. മുഹമ്മദ് ഇബ്നു മസ്ലമ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രക്കാരനാണ് അദ്ദേഹം, അൻസാരിയാണ്. അദ്ദേഹം ചാടി എഴുന്നേറ്റു, അന യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ തയ്യാർ, ഞാൻ ഏറ്റെടുത്തു. എന്നിട്ട് അദ്ദേഹം നബിയോട് ചോദിച്ചു, നബിയെ അതുരീദു അൻ അഖ്തുല, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവനെതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നുകളയാനാണോ? നബി പറഞ്ഞു, നഅം, അതെ കൊന്നു. ഓക്കെ, ഞാൻ റെഡി, ഞാൻ കൊന്നുകളയായിരുന്നു. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? എന്നാൽ പിന്നെ വാള് പിടിച്ചോ, നേരെ പോയിക്കോ, തവക്കൽതു അലല്ലാഹ്, നേരെ പോയി അവിടെ ചെന്ന് അവനെ കൊന്നു. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുലിൻ്റെ യഥാർത്ഥ മാർഗവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ആദ്യം നമ്മൾ ചെയ്യണം.
എന്നിട്ട് അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കണം. റസൂൽ നേരെ എന്താ ചെയ്തത്? എന്നാൽ പിന്നെ ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് ഉണ്ടാകട്ടെ, എന്നാ പിടിച്ചോ വാള്, നീ നേരെ പോയിക്കോ, ആ കോട്ടയിൽ ചെന്ന അദ്ദേഹം കൊന്നൊന്നോ അങ്ങനെ പറയായിരുന്നില്ല. പിന്നെയോ നബിതങ്ങൾക്കും സഹാബാക്കൾക്കും അതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും ചെയ്തിട്ടായിരുന്നു ഈ ദൗത്യത്തിന് വേണ്ടിയിട്ട് അയാളെ അയച്ചത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞ് ആദ്യം നീ ചെയ്യേണ്ടത് സഅദ് ഇബ്നു മുആദിൻ്റെ അടുക്കൽ പോ റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് എന്ന് പറഞ്ഞൊരു മഹാസംഭവം, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഇനി പറയണം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം മുസ്ലിമാകുന്ന സംഭവം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സഅദ് ഇബ്നു മുആദിൻ്റെ അടുക്കൽ പോ, അദ്ദേഹമായിട്ടൊന്ന് മഷ്വറ ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ ഈ സഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോയി. അദ്ദേഹമായിട്ട് മഷൂറ ചെയ്തപ്പോൾ വേറെ ഒരു 4 ആളെയും കൂടി ടീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. 4 ആൾ ആരൊക്കെയാണ്? അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, അബൂ നായില, പിന്നെ അബൂ അബ്സ്, ഹാരിസ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹും ജമീഅൻ. ഇങ്ങനെ 4 പേര്. ഈ 4 പേരെയും സഅദ് ഇബ്നു മുആദ് പിക്ക് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത് റാൻഡം ആയിട്ടല്ല, യാദൃച്ഛികമായിട്ടല്ല. ഒരു 4 പേര് അന്നെ കൂട്ടത്തിൽ കൂട്ടിക്കൊന്നല്ല. അതും വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി ചിന്തിച്ചാലോചിച്ച് പെർഫെക്റ്റായ സൂട്ടബിളായ 4 പേരെയാണ് ആര് ചൂസ് ചെയ്തത്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു. ഈ 4 പേരിൽ ഓരോരുത്തരെ കൊണ്ടും ഈ മിഷനിൽ അവർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കാരണം ഉദാഹരണത്തിന് ഒരാളുള്ളത് അബൂ നായില എന്നാണ്. ഈ അബൂ നായിലേൻ്റെ പ്രത്യേകത ഈ കഅബ് ബിൻ അഷ്റഫുമായിട്ട് മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് ആര് അബൂ നായില എന്ന്. അദ്ദേഹം സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ സംഘത്തിലുണ്ടായത് ബാക്കിയുള്ള സഹാബാക്കൾക്ക് ആ മിഷന്, ആ ദൗത്യത്തിന് വളരെ ഉപകാരപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ വളരെ പെർഫെക്റ്റായ ചിന്തിച്ചാലോചിച്ച് അതിന് പറ്റിയ 4 ആളെയും കൂടി തിരഞ്ഞെടുത്തു. ഇപ്പോൾ ടോട്ടൽ ടീമിൽ എത്ര പേരായി? 5 പേരെ. ഇനി ദൗത്യം എന്ന് പറഞ്ഞാൽ ചില്ലറ ദൗത്യമല്ല. ഞാനതിൻ്റെ മഹത്വം പറയാൻ വേണ്ടി, അതിൻ്റെ ഗൗരവത പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഏകദേശം മദീനത്തെ പള്ളിയിൽ നിന്ന് 6-7 കിലോമീറ്റർ സഞ്ചരിക്കണം ഈ കഅബ് ബിൻ അഷ്റഫിൻ്റെ കോട്ടയുള്ള സ്ഥലത്തേക്ക്. ഇന്നും ആ കോട്ടയുണ്ട്, നമുക്ക് പോയാൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും. അവശിഷ്ടങ്ങൾ പിൽക്കാലത്ത് ചിലപ്പോൾ പുനർനിർമ്മിച്ചതായിരിക്കും. എന്തായാലും പഴയ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട്. ബനൂ നളീർ ഗോത്രത്തിൻ്റെ വീടുകളുടെ ബാക്കിലാണ് ഇവൻ്റെ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബനൂ നളീറിൻ്റെ ഗോത്രങ്ങളുടെ വീടുകൾ മുഴുവനും താണ്ടിയിട്ട് വേണം ഇവൻ്റെ കോട്ടക്കകത്ത് പോകാൻ. ഇവൻ അവരുടെ നേതാവാണ്, അവർക്കിടയിൽ താമസിക്കുന്ന ആളാണ്, അവരുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ള ആളാണ്, നല്ല അത്യാവശ്യം യോദ്ധാവും പോരാട്ട വീര്യം ഒക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പം മദീനത്തെ കേന്ദ്രത്തിൽ നിന്ന് 6-7 കിലോമീറ്റർ അപ്പുറത്തെ ഇവരുടെ ദൗത്യം നിർവഹിക്കേണ്ടത്. അതും അവരുടെ കേന്ദ്രത്തിൽ പോയിട്ട് അവരുടെ നേതാവിനെ അയാളുടെ കോട്ടക്കകത്ത് കയറിയിട്ടാണ് കൊല ചെയ്യേണ്ടത്. ആലോചിച്ച് നോക്കി, എത്ര റിസ്കിയായ ഓപ്പറേഷനാണ്. പക്ഷേ ഈ 5 സഹാബാക്കൾ അത് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് അതിന് മുമ്പുള്ള പ്രിപ്പറേഷനായിട്ട്, തയ്യാറെടുപ്പായിട്ട് 3 ദിവസം അവർ ചിലവഴിച്ചു എന്നാണ്. ഫുൾ പ്ലാനിങ്. അതാണ് തവക്കുൽ. ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൻ്റെ മേൽ തവക്കുൽ ചെയ്യണം. 3 ദിവസം അവർ അതിന് വേണ്ടിയിട്ട് പ്ലാനിങ്ങുകൾ നടത്തി. അതിനെക്കുറിച്ച് പറയുന്നു, ഫമകസ മുഹമ്മദ് ബിൻ സലമ സലാസത അയ്യാമിൻ ലാ യഅകുൽ വലാ യശ്റബ്. മുഹമ്മദ് ബിൻ മസ്ലമ അതിനുശേഷമുള്ള 3 ദിവസം ഒന്നും തിന്നിട്ടുമില്ല, ഒന്നും കുടിച്ചിട്ടുമില്ല. ഇല്ലാമായി യുഖീമു സുൽബഹു, അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ തിന്നുകയും കുടിക്കുകയും ചെയ്യായിരുന്നു എന്നാണ്. അപ്പോൾ ആരോ ഒരാൾ നബിതങ്ങളോട് പോയിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ബിൻ മസ്ലമ ഒന്നും തിന്നുകയും കുടിക്കുകയൊന്നും ചെയ്യുന്നില്ല, ഭയങ്കര അധ്വാനാണ്. അപ്പോൾ റസൂലുള്ളാഹി മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്താ നീ തിന്നാത്തെ കുടിക്കാത്തെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, ഖുൽതു ലക ഖൗലൻ ലാ അദ്രി ഹൽ അഫീലക ബിഹി അം ലാ. നബി, അങ്ങയോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്ക് അങ്ങേക്ക് തന്നിട്ടുണ്ട്, അത് പൂർത്തിയാക്കാൻ കഴിയോ ഇല്ലയെന്ന് ഇപ്പോഴും എനിക്ക് ഉറപ്പായിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കും, എങ്ങനെ ഞാൻ വെള്ളം കുടിക്കും, എനിക്കെന്നെ സാധിക്കൂല. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ ചേർത്തിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നമാ അലൈക്കൽ ജുഹദ്, നീ അങ്ങനെ ബേജാറൊന്നും ആവണ്ട, നിൻ്റെ മേൽ ആകെ നിർബന്ധമായത് ശ്രമം മാത്രമാണ്, നീ പരിശ്രമിച്ചാൽ മതി. അവിടെ റസൂലുള്ളാഹി പരിശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ചോ നീ ശ്രമിച്ചാൽ മതി, പിന്നെ റിസൾട്ട് തരേണ്ടവനാരാ? അള്ളാഹു സുബ്ഹാനഹു. ഈ ഒരു വാക്ക് നമ്മളെപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കാണണം. ഇന്നമാ അലൈക്കൽ ജുഹദ്. നമ്മളിനി ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുക, ഒരു പുതിയ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി പോവുക, എന്തെങ്കിലും ഒരു പുതിയ കാര്യം വാങ്ങാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വേണ്ടി പോവുക, വീട് വാങ്ങാൻ വേണ്ടി പോവുക, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടോ ഇന്നമാ അലൈക്കൽ ജുഹദ്. നമ്മൾ അധ്വാനിക്കുക, കഷ്ടപ്പെടുക, ബാക്കി റിസൾട്ട് തരേണ്ടവരാരാ? അതല്ലാഹു. അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ബേജാറാകാൻ വേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എനിക്കത് ഖൈറല്ലാത്തതുകൊണ്ടായിരിക്കും അള്ളാഹു തരാത്തെ എന്ന് വിശ്വസിക്കുക. അതാണ് ഒരു മുഅ്മിനിൻ്റെ യഥാർത്ഥ ഈമാൻ, യഥാർത്ഥ തവക്കുൽ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇന്നമാ അലൈക്കൽ ജുഹദ്, നിൻ്റെ മേൽ നിർബന്ധമാകുന്നത് പരിശ്രമം മാത്രമാണ്, ബാക്കി നീ തവക്കുലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹാബി റസൂലിനോട് പതുക്കെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ റസൂലെ, എനിക്ക് ലാ ബുദ്ദ ലനാ മിൻ അൻ നഖൂൽ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങയെക്കുറിച്ച് പറയേണ്ടി വരും. അതായത് സാധാരണഗതിയിൽ പറഞ്ഞാൽ കുറ്റമാകുന്ന, കുഫ്റിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുള്ള ചില വാക്കുകൾ
ഈ മിഷൻ്റെ ഭാഗമായിട്ട്, ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയേണ്ടി വരും, അതിന് അനുവാദമുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു ഖുലൂ മാ ബദാലക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ, ഫഅൻതും ഫി ഹില്ലിൻ മിൻ ദാലിക്, നിങ്ങൾക്കതിന് അനുവാദമുണ്ട്. കാരണം അൽ ഹർബു ഖുദ്ആ എന്ന് പറയാറുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ അതൊരു വഞ്ചനയാണ്. അവിടെ വഞ്ചനക്ക് അനുവാദമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. എന്താ അവർ ഉദ്ദേശിച്ചത്? വരുന്നുണ്ട്. അങ്ങനെ ഇവർ അബൂ നായിലിനെ കൂട്ടി, അബൂ നായില സഹോദരനാണല്ലോ, മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം കഅബിൻ്റെ കോട്ടയിലേക്ക് പോയി. അപ്പോൾ കോട്ടയുടെ അകത്ത് പ്രവേശിക്കണമല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, ആരാ നിങ്ങളെന്താ കുറച്ച് മുസ്ലിമീങ്ങൾ കാണാൻ വന്നിട്ട്? ഒന്നുമില്ല. അബൂ നായില മുമ്പോട്ട് കയറിയിട്ട് പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ സഹോദരൻ, മുലകുടി ബന്ധത്തിലുള്ള സഹോദരനായ കഅബുൽ അഷ്റഫിനെ ഒന്ന് ഞങ്ങൾക്ക് കാണണം, ഒന്ന് കണ്ടോട്ടെ. സമ്മതിച്ചു. ഉള്ളിൽ കയറി. അപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അബൂ നായിലിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. കഅബുൽ അഷ്റഫ് അബൂ നായിലുള്ളതുകൊണ്ട് അവർ ഉള്ളിൽ കയറാൻ വേണ്ടി സമ്മതിച്ചു. ഇപ്പോൾ എത്ര പേരെ പോയിട്ടുള്ളൂ? മുഹമ്മദ് മസ്ലമയും അബൂ നായിലയും മാത്രമേ ഇയാളെ കാണാൻ വേണ്ടി പോയിട്ടുള്ളൂ. എന്നിട്ട് അവിടെ എത്തിയിട്ട് റസൂലാണ് ചോദിച്ചിട്ടുണ്ടല്ലോ, ചില വാക്കുകൾ പറയേണ്ടി വരും, അങ്ങ് ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന്. അവിടെ എത്തിയോട് പറഞ്ഞു, ഞങ്ങൾ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിട്ട് കഅബയെ കുടുങ്ങിപ്പോയി, ഞങ്ങളയാൾ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നത്, നീയൊക്കെ പറഞ്ഞത് വളരെ ശരിയായിരുന്നു, അവൻ ഞങ്ങളോട് സദക്ക ചോദിച്ച് ഞങ്ങളിപ്പോൾ അവസാനം വല്ലാത്ത പെടലാണ് കേട്ടോ പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കഅബ ഇങ്ങനെ നെളിഞ്ഞിരുന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, വല്ലാഹി ലതുമില്ലന്ന ഐളൻ, ഇനിയും നിങ്ങൾ മടുക്കും, ഇനിയും അവൻ നിങ്ങളോട് സദക്ക ചോദിച്ച് നിങ്ങളെ കഷ്ടപ്പെടുത്തും. അപ്പോൾ ഇവർ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഞങ്ങളാകെ പെട്ടുപോയി, പക്ഷേ ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്താവും അറിയാമല്ലോ. ഇവൻ പറയുന്നത് ഞാൻ കിസ്രയെ കീഴ്പ്പെടുത്തും, കൈസറിനെ കീഴ്പ്പെടുത്തും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ ക്ലൈമാക്സ് എന്താവും എന്നറിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ചിങ്ങനെ കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും നിൻ്റെ കൂടെ ഉണ്ടാവും, നീ പേടിക്കണ്ട. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇവൻ ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക്, ആരെക്കുറിച്ച് പറയുന്നത്? റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. ഇവൻ ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് സദക്ക ചോദിക്കുന്നു, അപ്പോൾ ഞങ്ങളടുത്ത് കൊടുക്കാനാണെങ്കിൽ ഒന്നുമില്ല, അതുകൊണ്ട് നീ ഒരു വസ്കോ 2 വസ്കോ തമ്ര് ഈത്തപ്പഴം നമുക്ക് കടമായിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, കടമായിട്ട് തരാം, പക്ഷേ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ പണയം വെക്കണം. അപ്പോൾ ഇവർ ചോദിച്ചു, എന്താ പണയം വെക്കേണ്ടത്? അപ്പോൾ അവൻ്റെ ആ വൃത്തികെട്ട മനസ്സ് നോക്കണേ. അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പണയമായിട്ട് നിങ്ങളുടെ ഭാര്യമാരെ ഇവിടെ കൊണ്ടുവന്നത് വിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സഹാബാക്കൾക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ സമയത്തെ മുഹമ്മദ് മസ്ലമയുടെയും അബൂ നാഹിലിൻ്റെ ഉള്ളിലുള്ള ഫീലിംഗ് ഇങ്ങനെ ഇരിച്ച് കയറിയിട്ടുണ്ടാവും, ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരതൊക്കെ അടക്കി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അവർ ചോദിച്ചു, കൈഫ നുർഹിനുക നിസാഅന വഅൻത അജ്മലുൽ അറബ്, അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായ നിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ എങ്ങനെ വിശ്വാസത്തോടുകൂടി കൂടെ നിർത്തും? ഞങ്ങളുടെ ഭാര്യമാരുടെ വില ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഏറ്റവും സുന്ദരനായ ആളല്ലേ നീ, അവർക്കെങ്ങാണ് വേറെ എന്തെങ്കിലും മോശം ചിന്തകൾ വന്നാലോ, അതുകൊണ്ട് ഞങ്ങളുടെ ഭാര്യമാരെ വിശ്വസിച്ച് ഞങ്ങളിവിടെ നിർത്തൂല. അപ്പോൾ പിന്നെ അപ്പം പറഞ്ഞു, അപ്പോൾ ഓന് ഒന്നുകൂടി പൊന്തി, ഇവരും പൊന്തി വന്നപ്പോൾ ഓൻ ഒന്നുകൂടി പൊന്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ എൻ്റെ അടുത്ത് വന്ന് പണയത്തിന് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അതെങ്ങനെ ഞങ്ങൾ മക്കളെ പണയത്തിന് വെക്കുക? കാരണം പിൽക്കാലത്ത് അവർ വലിയ ആളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾ മറ്റൊരു ചീത്ത വിളിക്കാതാ, ഒരു വസ്കിന് വേണ്ടി പണയം വെക്കപ്പെട്ട വൃത്തികെട്ടവനെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കൂലേ, അത് നമ്മുടെ മക്കൾക്ക് ഭയങ്കര മോശമല്ലേ. അതുകൊണ്ട് നമ്മൾ മക്കളെ ഒരു തമ്രിനും കുറച്ച് ഈത്തപ്പഴത്തിന് വേണ്ടിയിട്ട് പണയം വെക്കുന്നത് അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതും പറ്റൂല. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പണയം വെക്കാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ മുഹമ്മദ് മസ്ലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അസ്സിലാഹ്, ആയുധങ്ങൾ പണയം വെക്കാം, അതാകുമ്പോൾ ആവശ്യമുള്ള കാര്യമാണല്ലോ, യുദ്ധത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന സംഭവമാണല്ലോ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരുന്നു ഇവർ ആയുധങ്ങൾ തന്നെ പണയം വെക്കാൻ അങ്ങോട്ട് പറഞ്ഞത്? അതും ഒരു പ്ലാനിങ് ആയിരുന്നു, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. അതേപോലെ തന്നെ അപ്പോൾ അവന് ഭയങ്കര സന്തോഷം, ആയുധങ്ങളെങ്കിൽ ആയുധം സമ്മതിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെയും 3-4 ആൾക്കാരുണ്ട്, അവർക്കും ഇതേ മനസ്സുള്ളവരാണ്, ഞങ്ങൾ പണയം വെക്കാൻ വേണ്ടി വരുമ്പം അവരെയും കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. കൂട്ടിക്കോ, അവർ നിങ്ങളുടെ ടീമാ? നിങ്ങൾ അത് വരും നമ്മളുടെ ടീമാന്ന് പറഞ്ഞു. ഇവിടെ 2 പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മുഹമ്മദ് മസ്ലമ റളിയല്ലാഹു അൻഹു കാണുമായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ കഅബുൽ അഷ്റഫിൻ്റെ കോട്ടക്കകത്ത് കയറിയിട്ട് അവനെ കൊല്ലാനുള്ള ഈ ദൗത്യത്തിൽ ഏറ്റവും വലിയ തടസ്സമായിട്ടുണ്ടായിരുന്നത് ആയുധങ്ങൾ എങ്ങനെ ഉള്ളിലെത്തിക്കുന്ന, അയാളെ കൊല്ലാൻ വേണ്ടി കയ്യിൽ വാള് വേണ്ടേ. അപ്പോൾ നമ്മൾ പണയം വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച കാര്യം സ്വർണ്ണമോ വെള്ളിയോ മറ്റോ ആയിരുന്നെങ്കിൽ ആ സ്വർണ്ണവും വെള്ളി എടുത്ത് പോകുമ്പം ആൾക്കാർ ചോദിക്കൂലേ, നിങ്ങൾ എന്തിനാ വാളും കൊണ്ടുപോകുന്നതെന്ന് ഗേറ്റ് കീപ്പർ ചോദിക്കൂലേ. പക്ഷെ അതേ സമയത്ത് പണയം വെക്കേണ്ട സാധനം തന്നെ ആയുധങ്ങളാണെങ്കിലോ ഒരുപാട് ആയുധങ്ങൾ എടുത്തു പോകാമല്ലോ. പിന്നെ രണ്ടാമത് 5 പേർക്കും ഉള്ളിൽ കിടക്കണ്ടേ. അപ്പോൾ ഇവർ 2 പേർക്ക് മാത്രമല്ല, 5 പേരുള്ളിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾ ചോദിക്കൂലേ, നിങ്ങളെന്തിനാ 5 പേര് പോകുന്നേൻ? അപ്പോൾ 5 പേരും ഒരേ ടീമാണ്, ഇതേ മനസ്സുള്ളവരാന്ന് പറഞ്ഞാൽ 5 പേർക്കുള്ളിലേക്ക് പ്രവേശനം കിട്ടും. ഈ 2 പ്രശ്നങ്ങൾക്ക് ഈ ഒരൊറ്റ വഴിയിലൂടെ അദ്ദേഹം പരിഹാരം കണ്ടെത്തുകയായിരുന്നു. അതാ പറഞ്ഞത്, വെൽ പ്ലാൻഡ് ആയിരുന്നു, വെൽ എക്സിക്യൂഷനും ആയിരുന്നു. അങ്ങനെ ഇവർ തീരുമാനിച്ചതിനനുസരിച്ച് ഒരു 14-ാം രാവിലെ നല്ല ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന രാത്രി തന്നെ ഇവർ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു.
ഇവർ 5 പേരും കൂടിയിട്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ രാത്രിയാണ് ഈ കാബുൽ അഷ്റഫിൻ്റെ കോട്ടയിലേക്ക് എത്തുന്നത്. കോട്ടയുടെ അവിടെ എത്തി ഈ അബൂ നായില ഒച്ചത്തിൽ കാബുൽ അഷ്റഫ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ ശബ്ദം റൂമിലിരുന്നുകൊണ്ട് കാബുൽ അഷ്റഫ് ഭാര്യേൻ്റെ അടുത്തിരിക്കുന്ന അയാൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എന്ന് പറഞ്ഞ് ചാടി അവർ വന്നോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് പോകാൻ പോകുമ്പം ഈ ഭാര്യ പിടിച്ചു നിർത്തിയിട്ട് എവിടെയാണ് നിങ്ങൾ പോകുന്നത്? കാരണം ഫഇന്നഹു സൗത്തുൻ കഅന്നഹു യഖ്തുറു മിൻഹു ദം, രക്തം ഇറ്റുന്ന തരത്തിലുള്ള ഒരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ പറയില്ലേ ഒരു രക്തം മണക്കുന്ന ശബ്ദം എന്നൊക്കെ പറയുന്ന പോലെ രക്തം ഇറ്റുന്ന ശബ്ദം പോലത്തെ ഒരു ശബ്ദമാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞിട്ട് ഭാര്യ ആദ്യം പിടിച്ചു വെച്ചു. ഈ സമയത്ത് അവർ വിളിക്കുമ്പോൾ നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് കാബ് എന്താ പറഞ്ഞു അറിയോ? ഏയ് നീ എന്തിനാ ബേജാറാകുന്നത്? അതെൻ്റെ സഹോദരൻ അബൂ നായിലല്ലേ, അവൻ വിളിച്ചാൽ ഞാൻ എങ്ങനെ പോകാണ്ടിരിക്കുക? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തുകൊണ്ട് സഅദ് മുആദ് ഈ ടീമിൽ അബൂ നായിലെ ഉൾപ്പെടുത്തിയെന്നത് ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ എൻ്റെ സഹോദരൻ അബൂ നായിലല്ലേ വിളിക്കുന്നത്, അവൻ വിളിച്ചാൽ ഞാൻ എങ്ങനെ പോവാതിരിക്കും? അതിനു മുമ്പ് ഈ സഹാബാക്കൾ ആ രാത്രി പുറപ്പെടുന്ന സമയത്ത് ഏകദേശം ബഖീഇൻ്റെ ഭാഗം എത്തുന്നത് വരെ ആ രാത്രിയിലും അവരുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. നിബിതങ്ങൾ അവരുടെ കൂടെ, ആദ്യമേ നിബിതങ്ങൾ കൂടെ ഉണ്ട്, അവരുടെ കൂടെ നടന്ന് ബഖീഅ് വരെ എത്തിയിട്ട് ഇൻതലിഖു അലസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പുറപ്പെട്ടോ, അള്ളാഹു മഅൈൻഹും, അള്ളാഹുവെ ഇവരെ സഹായിക്കണമെന്ന് ഒരുപാട് ദുആ ചെയ്തിട്ട് നിബിതങ്ങൾ വിട്ടു. അതാണ് യഥാർത്ഥ നേതാവ്. അണികളെ കയറുകൊള്ളാൻ വിട്ടിട്ട് നേതാവ് വന്ന് എ സി റൂമിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നില്ല. നിബിതങ്ങളും കൂടെ പോയി. ബഖീഅ് എന്ന് പറഞ്ഞാൽ അന്ന് മസ്ജിദുൻ നബവിൻ്റെ കുറേ ദൂരെയാണ് ബഖീഅ്. ഇന്ന് മസ്ജിദുൻ നബി വിശാലമായപ്പോഴാണ് ബഖീഅ് അടുത്തായത്. ബഖീഅ് വരെ റസൂലുള്ളാഹി പോയിട്ട് അവിടുന്ന് പിന്നെ അവരെ യാത്രയാക്കി വിടുന്നതാണ്. അപ്പം അബൂ നായിലയാണ് വിളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു, അത്തറൊക്കെ പൂശി സഹാബാക്കളുടെ അടുക്കിലേക്ക് വന്നു. അവൻ വരുമ്പോൾ തന്നെ നല്ല സുഗന്ധദ്രവ്യം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ ബാക്കിയുള്ള ആളുകളോടൊക്കെ പറഞ്ഞു വെച്ചിരുന്നു, ഞാനിങ്ങനെ സംസാരിച്ച് അവസാനം അവൻ്റെ തല മണക്കാൻ എന്ന പോലെ ആ തല ഇങ്ങനെ പിടിച്ചിട്ട് താഴ്ത്തി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സിഗ്നൽ തരും, ആ സിഗ്നൽ നൽകുമ്പോൾ നിങ്ങൾ അവൻ്റെ തല വെട്ടണമെന്ന് ആദ്യം പറഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ ഇവൻ ഇറങ്ങി വന്നു. ഇവരൊക്കെ കൂടിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഈ അബൂ നായിലുണ്ടല്ലോ സഹോദരൻ പറഞ്ഞു, നമുക്കെന്നാൽ നല്ല നിലാവുള്ള രാത്രിയല്ലേ, കുറച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നാലോ? ഷഅബുൽ അജൂസ്, ഈ കഅബിൻ്റെ കോട്ടയിലേക്ക് വരുന്ന ഒരു വഴിയുണ്ട്, ഷഅബുൽ അജൂസ് എന്നതിൻ്റെ പേര്, ആ ഭാഗത്തേക്ക് നടന്നാലോ എന്ന് ചോദിച്ചു. കഅബ് പറഞ്ഞാൽ കുറച്ച് നടക്കാൻ കാറ്റ് കൊള്ളാലോ, നമുക്കെന്നാൽ നടന്നിട്ട് വരാം. ഈ ഭാഗത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇവർ വിളിച്ചെന്തിനാണെന്ന് അറിയോ? ആ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ഇടുങ്ങിയ സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഈ ദൗത്യം നടത്താൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചത്. ഇടുങ്ങിയ സ്ഥലമാകുമ്പോൾ പെട്ടെന്ന് കൊല്ലാനും ഓടി ഒളിക്കാനും എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ഈ കാബിനെയും കൊണ്ടുപോയി അവർ ആ ഇടുങ്ങിയ ഭാഗത്തേക്ക് എത്തി. ആ ഇടുങ്ങിയ ഭാഗത്തേക്ക് എത്തിയപ്പം മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു കാബിനോട് പറഞ്ഞു, നിൻ്റെ മുടിയിൽ നിന്ന്, നിൻ്റെ ശരീരത്തിൽ നിന്ന് ഞങ്ങൾ ഇതുവരെയും മണക്കാത്ത, ആദ്യമായിട്ട് ജീവിതത്തിൽ ഫീലാകുന്ന ഒരു മണം വരുന്നുണ്ട്, ഞങ്ങളൊന്ന് അത് മണത്തോട്ടെ, ആ തലയൊന്ന് ഇങ്ങോട്ട് താഴ്ത്തി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കാബുൽ അഷ്റഫ് പറഞ്ഞു, ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയുടെ അടുത്തു നിന്നാണ് വരുന്നത്, അവളെന്ന് പറഞ്ഞാൽ അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്ന സ്ത്രീയാണ്, അവളുടെ അത്തറാണ് നിങ്ങൾ മണക്കുന്നത്, മണപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് തല ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു മണത്ത്, എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും വിളിച്ചു, നിങ്ങളും മണത്ത് നോക്കി, നല്ല രസമുണ്ട്. അവരെല്ലാവരും വന്ന് ഓരോരുത്തരായിട്ട് മണത്തു. അതിനുശേഷം വീണ്ടും നടക്കാൻ തുടങ്ങി. മുഹമ്മദ് മസ്ലമ പറഞ്ഞു, ഇത്രയും നല്ല മണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല, ഒന്നും കൂടി മണത്തോട്ടെ എന്ന് ചോദിച്ചു. രാത്രിയാണ്, നിലാവ് ഉദിച്ച് നിൽക്കുന്നുണ്ട്. ഒന്നും കൂടി മണക്കാൻ വേണ്ടിയിട്ട് തല താഴ്ത്തി കൊടുത്ത് ആ തല ഇങ്ങനെ ഏകദേശം മുടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ കൈയിട്ട് പിടിച്ച് താഴ്ത്തി വെച്ച് ഏകദേശം കയ്യിൽ പിടുത്തം കിട്ടി എന്ന് മനസ്സിലായപ്പം ഇദ്ദേഹം സിഗ്നൽ കൊടുത്തു. അപ്പോഴത്തേക്ക് ആ ഇടവഴിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സിഗ്നൽ കൊടുത്ത ഉടനെ ഈ 4 സഹാബാക്കളും ചാടി വീണ് പരക്കെ വെട്ടാൻ തുടങ്ങി. പക്ഷെ ഒരു പ്രശ്നം സംഭവിച്ചു. ആ വെപ്രാളത്തിൽ ആ ഇടവഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നതിനിടയിൽ ഈ വൃത്തികെട്ടവൻ്റെ ദേഹത്ത് അത് കൊണ്ടില്ല. കൊള്ളേണ്ട സ്ഥലത്ത് തലക്കോ മർമ്മത്തിലോ ഈ വെട്ടൊന്നും ഏറ്റിട്ടില്ല. ഇവനാണെങ്കിൽ ആ സമയത്ത് ഒരു അട്ടഹാസം അട്ടഹസിച്ചു, ഒരു അച്ചത്തിലൊരു വിളിച്ചു കൂവി. ആ കൂവുന്ന ശബ്ദം കേട്ടിട്ട് ചരിത്രത്തിൽ പറയാണ്, ആ ഭാഗത്ത് ലൈറ്റ് തെളിയാത്ത, തീ കത്താത്ത ഒറ്റ വീടുണ്ടായിരുന്നില്ല. ആ ശബ്ദത്തിൽ, അവൻ മരണപ്രാളല്ലേ, ആ ശബ്ദത്തിൽ ആ ഭാഗത്തുള്ള യഹൂദികളുടെ മുഴുവൻ വീടുകളിലും ലൈറ്റ് തെളിച്ചു എന്നാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, കൊല്ലാൻ വേണ്ടി എല്ലാം റെഡിയായി, ഇത്രയും ദിവസത്തെ പ്ലാനിങ് ആണ്, അവനെ കുനിച്ച് നിർത്തിയിട്ടാണ് ഉള്ളത്. സഹാബാക്കൾ 4 പേരും വെട്ടുകൊണ്ടില്ല, അവൻ ഒച്ച വെച്ചു, എല്ലാവരും എഴുന്നേറ്റു. മുഹമ്മദ് മസ്ലമ പറയാ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ അരയിൽ പരിധി നോക്കിയപ്പം അവിടെയുണ്ട് മിഗ്വലൻ, ഒരു കഠാര. ഇത് സഹിഹായ ചരിത്രം ഞാൻ വായിക്കട്ടെ, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറയില്ല. ഫഅഖദ മുഹമ്മദ് ബിൻ മസ്ലമ മിഗ്വലൻ,
എൻ്റെ അരയിലുണ്ട് ഒരു കടാര, ഞാനത് പെട്ടെന്ന് ഊരിയെടുത്തു. ഫവദഅഹു ഫീ സുന്നത്തിഹി, അവൻ്റെ സുന്നത്തിൽ ഞാൻ വെച്ചു. പൊക്കിളിൻ്റെയും ഗുഹ്യഭാഗത്തിൻ്റെയും ഇടയിലുള്ള നമ്മൾ അടിവയർ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഭാഗത്തിനാണ് പറയുക. അവിടെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ ഉള്ളത്, ഇങ്ങനെ പിടിച്ചിട്ടാണുള്ളത്. അപ്പോൾ അവൻ്റെ ആ സുന്നത്തിൽ വെച്ചതിന് ശേഷം ഞാൻ പതുക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് വെയിറ്റ് കൊടുത്ത് അതങ്ങ് കുത്തിക്കയറ്റി അവൻ്റെ ഗുഹ്യഭാഗത്തൂടെ അതങ്ങ് പുറത്തെടുത്തു. അത് അവന് കൊള്ളേണ്ടടുത്ത് കൊണ്ടു, അവൻ മറിഞ്ഞടിച്ചു വീണു. അപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഓടിക്കൂടാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് 7 കിലോമീറ്റർ പോയിട്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ എത്തണം, മദീനത്ത് എത്തണം. അതിനി പ്രധാന വഴിയിലൂടെ പോകാൻ കഴിയില്ല. അപ്പോൾ ഇവർ പല ഗോത്രങ്ങളുടെയും വീടുകൾ ചാടി കടന്നിട്ടാണ് പോകുന്നത്. അതിൽ ബനൂ ഖുറൈള എന്ന യഹൂദികളുടെ ഗോത്രത്തിൻ്റെ വീടുകൾ അടക്കമുണ്ടായിരുന്നു. ആ വഴിയിലൂടെ ഇവർ 6-7 കിലോമീറ്റർ ഓടി, നിർത്താതെ രാത്രി ഓടി. സങ്കല്പിക്കണേ, രാത്രി ഓടി മസ്ജിദ് നബവിയുടെ ഒരു 650 മീറ്റർ ഇപ്പുറം, 650-750 മീറ്റർ, അത് ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഹയ്യത്തുൽ അരീൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് ഇവർ നോക്കുമുണ്ട്, കൂട്ടത്തിൽ ഒരാളെ കാണുന്നില്ല. ആരായിരുന്നത്? ഹാരിസ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടത്തിൽ കാണുന്നില്ല. നോക്കുമ്പം ഈ വാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ വാളെന്നെ കൊണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലിന് ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ട്. ആ മുറിവ് കാരണം ബാക്കിയുള്ള സഹാബാക്കൾ ഓടുന്നത് പോലെ ഓടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ ഇവർക്കിനി 650 മീറ്ററും കൂടി കഴിഞ്ഞാൽ ഇവരുടെ ദൗത്യം വിജയിച്ചു. പക്ഷെ കൂട്ടത്തിൽ ഒരാളില്ല. അയാൾ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? സഹാബാക്കൾ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പം ഭയങ്കര ടെൻഷനുള്ള നിമിഷങ്ങളാണ്. അവരിങ്ങനെ വളരെ വിഷമത്തോടു കൂടി ആ സഹാബിയെ പ്രതീക്ഷിച്ച് ഹയ്യത്തുൽ അരീൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാത്തുക്കാൻ തുടങ്ങി. കുറച്ചു നേരം അവർ കാത്തു നിന്നപ്പോണ്ട് ഈ പാവപ്പെട്ട സഹാബി രക്തമൊലിക്കുന്ന മുറിവുമായി പതുക്കെ വേച്ച് ഓടി വന്നു. ആ സഹാബിയും രക്ഷപ്പെട്ടു. ഇവർ ഓടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹത്തിന് ചുമന്നുകൊണ്ട് നേരെ ബഖീഇൻ്റെ ഭാഗത്തേക്ക് ഓടി വന്ന് അവിടെ മുതൽ ഒച്ചത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീർ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് തഹജ്ജുദിൻ്റെ സമയത്ത് ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച വഹുവ ഖായിമുൻ യുസല്ലി, നബി തങ്ങൾ നിന്ന് നമസ്കരിക്കുകയായിരുന്നു. അതാണ് തവക്കുൽ. നബി തങ്ങൾ അന്ന് രാത്രി മുഴുവനും ഉറങ്ങിയിട്ടില്ല. ഫജിഅ്നാ ബിഹി, ഈ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെയും പൊക്കിയെടുത്ത് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് രാത്രിയുടെ അന്ത്യയാമത്തിലെത്തി. വഹുവ ഖായിമുൻ യുസല്ലി, ഞങ്ങളുടെ ഹബീബ് നിന്ന് നമസ്കരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, അള്ളാഹുവിനെ സ്തുതിച്ചു. അതിനുശേഷം നബി തങ്ങൾ അവിടുത്തെ മുബാറക്കായ തുപ്പൽ കുറച്ചെടുത്തിട്ട് ഈ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുറിവിൽ ഇങ്ങനെ പുരട്ടി. അതിനുശേഷം ഫബറഅ, അത് സുഖപ്പെട്ടു. വലം യുഅ്ദി ബഅദഹു, ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ആ മുറിവ് കൊണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏകദേശം 3 ദിവസം മുമ്പാണ് റസൂലുള്ളാഹി ആദ്യമായിട്ട് ഇത് പ്രഖ്യാപിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ മദീന എന്ന് പറഞ്ഞാൽ അവിടെ മുനാഫിക്കുകളുണ്ട്, അതേപോലെ തന്നെ യഹൂദികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഏതെങ്കിലും ഒരു മുനാഫിക്കിന് ഇതിൻ്റെ ചെറിയ വിവരമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കഅബ് ബിൻ അഷ്റഫ് അറിയുമായിരുന്നു. പക്ഷെ സഹാബാക്കളുടെ ആ ഒരു ട്രസ്റ്റ് നോക്കിയേ, അവർ ഒരാളെ അറിയിച്ചില്ല. 3 ദിവസം ഉണ്ടായിട്ടും റസൂലുള്ളാഹി ഒരു വലിയ സദസ്സിൽ വെച്ചാണ് ഇത് പറഞ്ഞെങ്കിലും ഒരു മുനാഫിക്കിന് പോലും അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയില്ല. ഒരു യഹൂദിക്ക് പോലും അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയില്ല. വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടി ആ ദൗത്യത്തെ അവർ വിജയകരമായി പൂർത്തിച്ചു. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ വലിയൊരു അടിയായിരുന്നു. ഒറ്റ മനുഷ്യൻ പോലും കഅബ് ബിൻ അഷ്റഫിൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ വേണ്ടി ധൈര്യം കാണിച്ചിട്ടില്ല. അതാണ്, കൊടുക്കുന്ന പോലെ കൊടുത്തപ്പം എല്ലാവരും അടങ്ങി. കഅബ് ബിൻ അഷ്റഫിൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ ഒരാളും റെഡിയായില്ല. എല്ലാവരും പേടിച്ച് കുറച്ച് നാളത്തേക്ക് യഹൂദികളുടെ ശല്യം കുറഞ്ഞു വരികയും ചെയ്തു. പക്ഷേ യഹൂദികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ പണ്ട് മുതലേ പ്രവാചകന്മാരെ കൊല്ലൽ, വഞ്ചിക്കൽ, കരാറ് ലംഘിക്കൽ, അതൊക്കെ അവരുടെ കൂടെപ്പിറപ്പായതുകൊണ്ട് കുറച്ച് നാൾ ഇതിൻ്റെ അസറുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അവരുടെ പഴയ സ്വഭാവം പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതും നടക്കുന്നത് എപ്പോഴാണ്? ബദറിൻ്റെയും ഉഹദിൻ്റെയും ഇടയിലാണ്. അവസാനമായിട്ട് ഉഹദിന് മുമ്പ് നടന്ന മറ്റൊരു സംഭവമാണ്, ഖുറൈശികൾക്കെതിരെ ഒരു പടനീക്കം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അത് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ ബദർ നടന്നത് ഏത് സമയത്താണ്? അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക് പോകുന്ന വഴിക്ക് ആ കച്ചവട സംഘത്തെ റസൂലുള്ളാഹി ആക്രമിക്കാൻ പോകുമ്പോഴല്ലേ ബദർ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഷാമിലേക്ക് അടുത്ത കൊല്ലം, കഴിഞ്ഞ കൊല്ലം അങ്ങനെ പ്രശ്നമുണ്ടായി, അടുത്ത കൊല്ലം പോകേണ്ട സമയമായി. ഇപ്രാവശ്യം കച്ചവട സംഘത്തെയും കൊണ്ട് പോകേണ്ടത്
ഉമയ്യത്ത് ബിൻ ഖലഫ് ഉണ്ടല്ലോ, ലഅനത്തുല്ലാഹി അലൈഹി, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ച ആൾ, അയാളുടെ മകൻ പിന്നീട് മുസ്ലിമായ അദ്ദേഹം റളിയല്ലാഹു അൻഹു, സഫ്വാൻ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഇപ്രാവശ്യം ഖുറൈശികളുടെ കച്ചവട സംഘത്തെ കൊണ്ട് പോകേണ്ടത്. എന്തായാലും പഴയ വഴിക്ക് പോകാൻ പറ്റൂല, റസൂലുള്ളാഹി സഹാബാക്കളും പിടിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ അവർ ആലോചിച്ച് കുറേ ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ട് ഒരു പുതിയ വഴി, ആർക്കും പരിചയമില്ലാത്ത, ഖുറൈശികൾക്ക് ഒരാൾക്കും അറിയാത്ത ഇറാഖിൻ്റെ ഭാഗത്തോടുള്ള പുതിയ വഴി അവർ കണ്ടുപിടിച്ചു. അത് മദീനത്ത് നിന്ന് ഭയങ്കര ദൂരെയാണ്. അപ്പോൾ ആകെ ഫുറാത്ത് ബിൻ ഹയ്യാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമേ ആ വഴി അറിയൂ. അയാളെയും കൂടെ കൂട്ടിയിട്ട് ഇവർ ഇറാഖിൻ്റെ ഭാഗത്തോടുകൂടി ഷാമിലേക്ക് പോവുക. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള നീക്കങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹിനെ അറിയിക്കുന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരന്മാരാണ്. ഇതിനെക്കുറിച്ചുള്ള വിവരം റസൂലുള്ളാഹിക്ക് കിട്ടി. പക്ഷെ അതൊരു രസകരമായ വഴിയിലൂടെയാണ്. അത് മക്കയിലെ മുശ്രിക്കീങ്ങൾപ്പെട്ട നുഐം ബിൻ മസ്ഊദ്, ഇവരൊക്കെ പിന്നീട് മുസ്ലിം ആയിട്ടോ റളിയല്ലാഹു അൻഹു. നുഐം ബിൻ മസ്ഊദ് മുശ്രിക്കായിരുന്നു. അദ്ദേഹം മദീനത്തേക്ക് വന്നു. അപ്പോൾ മദീനത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പഴയ കൂട്ടുകാരോടൊപ്പം, അന്ന് കള്ള് ഹലാലായിരുന്നു, കള്ള് ഹറാമാകുന്നത് പിന്നീടാണ്, പഴയ കൂട്ടുകാരായ യഹൂദികളോടോ മറ്റോടൊപ്പം ഇരുന്നിട്ട് അദ്ദേഹം കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടെ സലീത്ത് ബിൻ നുഅ്മാൻ എന്ന് പറഞ്ഞ സഹാബി റളിയല്ലാഹു അൻഹു അവിടെ വന്നു. അദ്ദേഹം നബി തങ്ങളുടെ ചാരന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹവും ഈ മജ്ലിസിൽ അവരുടെ കൂടെ കൂടി, കള്ള് ഹലാലാണ്, ഹറാമല്ല, അവരുടെ കൂടെ കൂടി പതുക്കെ അങ്ങനെ കള്ളൊക്കെ കുടിക്കുന്ന പോലെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ നുഐം ബിൻ മസ്ഊദ് കള്ള് കുടിച്ച് മസ്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, ബോധമില്ലാതെ. ആ കൂട്ടത്തിൽ ഈ നുഐം ബിൻ മസ്ഊദ് എന്തുകൂടി വിളിച്ചു പറഞ്ഞു, സഫ്വാൻ ബിൻ ഉമയ്യ പുതിയൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, ഞങ്ങൾ കച്ചവടത്തിന് പോകുമ്പോൾ ഇനി മുതൽ ഈ വഴിക്കല്ല പോവുക, പിന്നെയോ ഇറാഖിൻ്റെ വഴിക്കൂട്ടെയാണ് പോവാന്ന് പറഞ്ഞു. സലീത്ത് ബിൻ നുഅ്മാന് സംഭവം കിട്ടി. അദ്ദേഹം നേരെ എങ്ങോട്ടേക്ക് ഓടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. കണ്ടോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത ബാക്കി അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. റസൂലുള്ള ചാരന്മാരെയൊക്കെ നിർത്തി പരമാവധി വിവരങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒരു വിവരം റസൂലുള്ളാഹിക്ക് കിട്ടാതെ അതങ്ങ് പോയേനെ. പക്ഷേ അള്ളാഹു അവൻ്റെ സഹായത്തോടു കൂടി ഒരാളെ കള്ളുടിച്ചു എടുത്തിട്ട് അയാളുടെ വായിലൂടെ അത് പറയിപ്പിച്ചു. സലീത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി റസൂലുള്ളാഹിനെ കാര്യം അറിയിച്ചു. റസൂലുള്ളാഹി അപ്പം തന്നെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 100ഓളം വരുന്ന പടയാളികളെ ഇദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട്, ഈ സൈന്യത്തെ, ഈ കച്ചവട സംഘത്തെ അന്വേഷിച്ചുകൊണ്ട് അയച്ചു. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു വെള്ളക്കെട്ടിൻ്റെ അടുക്കൽ തമ്പടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ സംഘം എത്തുന്നത്. അവർ കയ്യിലുള്ള മുഴുവൻ സാധനങ്ങളും ഇട്ടിട്ട് പോയി. അതിൽ വെള്ളിയും കൂടിയ തരം പാത്രങ്ങളും മറ്റു സാധനങ്ങളും ഉണ്ടായിരുന്നത്. ഏകദേശം 1,00,000 അന്നത്തെ നാണയങ്ങൾ ആർക്ക് കിട്ടി? ഈ പറഞ്ഞ സഹാബാക്കൾ കിട്ടി. അതുകൊണ്ട് സഹാബാക്കൾ തിരിച്ച് മദീനത്തേക്ക് വന്നു. നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ 80,000 5ആക്കി വീതിച്ചിട്ട് അതിൽ 80,000 ആർക്ക് കൊടുത്തു? ഈ പറഞ്ഞ 100 പേർക്ക് കൊടുത്തു. ബാക്കി 20,000 റസൂലുള്ള ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു. ഇതായിരുന്നു ഉഹദിന് മുമ്പ് ഏറ്റവും അവസാനമായി സംഭവിച്ച സംഭവം. ഇതിനുശേഷം ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം 2 മാർഗ്ഗങ്ങളാണ് അവരുടെ മുന്നിലുള്ളത്. ഒന്നെങ്കിൽ നബി തങ്ങളുമായിട്ട് സുൽഹിലാകുക, എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവസാനിപ്പിക്കുക, നബി തങ്ങളും സഹാബാക്കളുമായിട്ട് ഒരു സുൽഹിലായിട്ട് മക്ക വിജയത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്തോ അതുപോലെ മുന്നോട്ട് പോവുക. അതല്ലെങ്കിലോ നബിയെയും സഹാബാക്കളെയും ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരാൻ കഴിയാത്ത തരത്തിൽ തീർക്കുക. അവർ തിരഞ്ഞെടുത്ത മാർഗം ഏതായിരുന്നു? ഒന്നാമത്തേതായിരുന്നോ രണ്ടാമത്തേതായിരുന്നോ? രണ്ടാമത്തെ മാർഗ്ഗമാണ് അവർ തിരഞ്ഞെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉഹദിന് വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായോ? ബദറിന് ശേഷം ഇപ്പോൾ നമ്മൾ എത്ര ക്ലാസ്സായി തുടങ്ങിയിട്ട്? ഏകദേശം 4 or 5 ക്ലാസ്സായി. അപ്പോൾ ബദറിന് ശേഷം ഉഹദ് വരെയുള്ള സംഭവങ്ങൾ നമ്മൾ 5 ക്ലാസ്സുകളായിട്ടാണ് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളോട് ചോദിച്ച ബദറിന് ശേഷം എന്താ പറഞ്ഞത്? ബദറിന് ശേഷം അടുത്ത വർഷം ഉഹദ് എന്നായിരുന്നു നമ്മുടെ മറുപടി. അല്ല, ബദറിന് ശേഷം ഉഹദിന് മുമ്പായിട്ട് ഇത്രയും സംഭവ വികാസങ്ങൾ മദീനത്തും പ്രാന്തപ്രദേശത്തുമായിട്ട് സംഭവിച്ചിരുന്നു. ഉഹദ് പറയുന്നതിന് മുമ്പ് നമുക്കൊരു മംഗലത്തിന് പങ്കെടുക്കാനുണ്ട്. ഏതാ മംഗലം? ഇവർക്ക് ഏതാ മംഗലം? ആ സമയത്ത് നടന്ന ഒരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് കൂടി പങ്കെടുത്തിട്ട് നമ്മൾ ഉഹദിലേക്ക് പോകും. ആരുടേതായിരുന്നു ആ വിവാഹം? മറ്റാരുടേതുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി, കരളിൻ്റെ കഷ്ണം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും. കുറേ നേരമായില്ലേ യുദ്ധമെല്ലാം പറയുന്നത്, വെട്ട്, കുത്ത്, കൊല്ല, കടാര കുത്തി ഇറക്കലല്ലേ. ഇനിയും കുറച്ച് കല്യാണ വാർത്തയും കൂടി പറയണം. നമ്മൾ ഇതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെക്കുറിച്ച് പറയുമ്പം ഫാത്തിമ ബീവിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇൻഷാ അല്ലാഹ് അത് കേൾക്കാത്തവരാണ് അധികം ഉള്ളത്. അതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് ആ കല്യാണത്തെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്താണ് ഫാത്തിമയും അലിയും ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹും ജമീഅൻ. അഹ്ലു ബൈത്തിനോടുള്ള മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഇബാദത്തുൻ മശ്റൂഅത്തുൻ യതഖറബു ബിഹൽ അബ്ദുൽ മുഅ്മിനു ഇലല്ലാഹി തആല. നമ്മൾക്ക്
അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇബാദത്താണെന്നാണ് അഹ്ലുബൈത്തിനോടുള്ള മുഹബ്ബത്ത്. അത് നമ്മുടെ മേൽ വാജിബായ കാര്യമാണ്. 5 വക്ത് നമസ്കാരത്തിലും നമ്മൾ ആ അഹ്ലുബൈത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുമായിട്ടുള്ള നമ്മുടെ മുനാജാത്തല്ലേ നമസ്കാരം. ആ നമസ്കാരത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിലൂടെ ആ അഹ്ലുബൈത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അഹ്ലുബൈത്തിനുള്ള മുഹബ്ബത്ത് നമുക്ക് നിർബന്ധമായതാണ്. ആ മുഹബ്ബത്ത് വർദ്ധിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട കാര്യമല്ല. സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു തരം ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ത്യാഗമൊന്നും സഹിക്കണ്ട. അവരെക്കുറിച്ച് കേട്ടാൽ മതി, അവരെക്കുറിച്ച് പഠിച്ചാൽ മതി, അവരുടെ ചരിത്രം അറിയാൻ ശ്രമിച്ചാൽ മതി. നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ഹുബ്ബ് കൂടും. അങ്ങനെ ഹുബ്ബ് ഉണ്ടാകുന്നുള്ളത് ഇബാദത്താണെന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സുണ്ടാകുന്ന സമയത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. കഅബയുടെ പണി രണ്ടാമത് ഖുറൈശികൾ നടത്തുന്ന സമയത്ത്. അപ്പോൾ നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുമ്പോൾ ഫാത്തിമ ബീവിയുടെ വയസ്സ് 5 വയസ്സാണ്. നബി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര പ്രിയമുള്ള ഒരു മകളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ 4 പെൺമക്കളിൽ ഏറ്റവും അവസാനത്തെ ആൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയായിരുന്നു. നബി തങ്ങൾ എപ്പോഴും പറയായിരുന്നു, ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ ഒരു കഷ്ണമാണ്. യുദീനി മാ ആദാഹ, അവളെ വേദനിപ്പിക്കുന്നതൊക്കെ എന്നെയും വേദനിപ്പിക്കും കേട്ടോ. വയുൻസിബുനി മാ അൻസബഹ, അവളെ തളർത്തുന്നതൊക്കെ എന്നെയും തളർത്തും കേട്ടോ എന്ന് നബി തങ്ങൾ എപ്പോഴും പറയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങളുടെ ഈ അഹ്ലുബൈത്തിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കിടയിൽ 2 ഭാരമുള്ള വസ്തുക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഒന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, എന്നിട്ട് ഖുർആൻ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത് കണ്ട, വ അഹ്ലുബൈത്തി, എൻ്റെ അഹ്ലുബൈത്തിനാണ്. അപ്പം അത്രയും പ്രാധാന്യമുണ്ട് അഹ്ലുബൈത്ത്. എന്നിട്ട് ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലുബൈത്തി, എൻ്റെ അഹ്ലുബൈത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ എന്ന് പറയാറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തെ ചേർക്കുന്നതിനേക്കാൾ പ്രിയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ബന്ധത്തെ ചേർക്കുന്നതാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് എപ്പോഴാണ്? നുബുവത്ത് കിട്ടുന്നതിന് 5 വർഷം മുമ്പാണ്. 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി നുബുവത്തിട്ടെ 5 വർഷം മുമ്പാണ് ഫാത്തിമ ബീവി ജനിച്ചത്. അലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നതോ 10 വർഷം മുമ്പ്. കാരണം ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ കുട്ടികളുടെ കൂട്ടം, നമ്മൾ ചെറുപ്പത്തിലേ മദ്രസയിൽ പഠിക്കുന്നതല്ലേ, കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാ? അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ എത്ര വയസ്സാണ് ഉണ്ടായിരുന്നത്? 10 വയസ്സ്. അപ്പോൾ നുബുവത്ത് കിട്ടിയ ഉടനല്ല അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ ഇസ്ലാം നുബുവത്ത് കിട്ടുന്നതിന് 10 വർഷം മുമ്പാണ് അലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അപ്പം അസഹായ, ഏറ്റവും സഹിഹായ റിവായത്ത് പ്രകാരം രണ്ടുപേരുടെ ഇടയിലുള്ള പ്രായ വ്യത്യാസം എത്രയാണ്? 5. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അബൂ താലിബ് അന്നത്തെ വലിയ നേതാവായിരുന്നു, അന്നത്തെ പ്രമാണിയായിരുന്നു, ഖുറൈശികൾ പ്രമുഖനായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷേ ദരിദ്രനായിരുന്നു. ദാരിദ്ര്യം കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ആളായിരുന്നു അബൂ താലിബ്. റസൂലുള്ളാഹിക്ക് ഭയങ്കര സഹായിയായിരുന്നു. അപ്പം ഇടയ്ക്ക് മക്കക്കാർക്ക് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി വന്നു, ഭയങ്കര ദാരിദ്ര്യം, ആരുടെ വീട്ടിൽ തിന്നാൻ പോലും ഇല്ല. ആ സമയത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആളാരാ? അബൂ താലിബാണ്. അപ്പോൾ നബി തങ്ങൾ ഈ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി. അപ്പം നബികൾക്ക് 10, 25, 30 വയസ്സുണ്ടല്ലോ. ഈ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കിയിട്ട് 30 വയസ്സും കഴിഞ്ഞു, 30, 32 വയസ്സുണ്ട്. നബി തങ്ങൾ നേരെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കിലേക്ക് പോയി. അബൂ താലിബിൻ്റെ മറ്റൊരു സഹോദരൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു കൊച്ചാപ്പ. അന്ന് ഈ ബനു ഹാഷിം ഗോത്രത്തിൽ കുറച്ചെങ്കിലും സാമ്പത്തിക ശേഷിയുള്ളത് അബ്ബാസാണ്. അബ്ബാസിനോട് പറഞ്ഞു, നമ്മുടെ കൊച്ചാപ്പ നമുക്ക് കുറേ സഹായങ്ങളൊക്കെ ചെയ്താണ്, ഇപ്പോൾ ഭയങ്കര കഷ്ടപ്പാട് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന് 4 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉള്ളത്. അപ്പോൾ ഇവരെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് സഹായിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഒരു മകനെ ഞാൻ ഏറ്റെടുക്കാം, അബ്ബാസെ ഒരു മകനെ നീയും ഏറ്റെടുക്കുമോ? അബ്ബാസ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും അബൂ താലിബിനെ ചെന്ന് കണ്ടു, കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, അഖീലിനെ എൻ്റെ അടുത്ത് വിട്ടേക്ക്, എനിക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ട്, മൂത്ത മോനാണ്. ബാക്കിയുള്ള 2 പേരെ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ. അങ്ങനെ ജാഫർ റളിയല്ലാഹു അൻഹുവിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പോറ്റാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അലി റളിയല്ലാഹുവിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിരുന്നു ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ ഒരു മോനെ പോലെ റസൂലുള്ളാഹിൻ്റെയും ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവിടുത്തെ ഒരാളായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അങ്ങനെ അവരൊക്കെ വളർന്ന് വലുതായി. ഏകദേശം ഫാത്തിമ ബീവിക്ക് 18 വയസ്സായി ബദർ കഴിഞ്ഞിട്ട്. ആ സമയത്താണ് വിവാഹം നടക്കുന്നത്. അലി റളിയല്ലാഹു അപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട്? ഏകദേശം 23, 24 വയസ്സ് ആ അലി റളിയല്ലാഹു ആയിട്ടുണ്ടാവും. 21 വാങ്ങാണല്ലേ. അപ്പോൾ ഇന്ന് ആ കല്യാണ ആലോചനയും മഹറും മാത്രം പറയാം. പിന്നെ നമുക്ക് സ്ത്രീധനം പറയാനുണ്ട്, വലീമ പറയാനുണ്ട്,
പിന്നെ ആദ്യ രാത്രി ആദ്യത്തെ അവരുടെ പിന്നെ വീട് കൂടലിനെ കുറിച്ച് പറയാനുണ്ട്, പിന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് അടുത്ത ക്ലാസ് ആരും മിസ്സാക്കരുത്. ഓക്കെ. അപ്പം അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹുവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു അടിമ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, ഖുതിബത് ഫാത്തിമ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ ഫാത്തിമക്ക് ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ടല്ലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അവർ പറഞ്ഞു, നഅം, ഫാത്തിമക്ക് ഒരുപാട് വിവാഹാലോചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫമാ യംനഉക അൻ തഅതിയ റസൂലുള്ളാഹി ഫയുസവ്വിജുക. നിനക്കും അള്ളാൻ്റെ റസൂലിനോടൊന്ന് പോയി പറഞ്ഞൂടെ, ചിലപ്പോൾ നിനക്ക് കെട്ടിച്ചു തന്നാലോ. അപ്പോൾ അലി റളിയല്ലാഹു തിരിച്ച് ചോദിച്ച ചോദ്യം എന്താ, ഞങ്ങൾക്ക് വായിച്ചപ്പോൾ ഭയങ്കര കരച്ചിൽ വന്നുപോയി. അദ്ദേഹം വഇൻദി ഷൈഉൻ അതസവ്വജു ബിഹി, അവളൊക്കെ വിവാഹം കഴിക്കാൻ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? അള്ളാൻ്റെ റസൂലിൻ്റെ മോളല്ലേ, മദീനത്തെ ഇന്നത്തെ രാജാവിൻ്റെ പുത്രിയല്ലേ, രാജ്ഞി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അവളെ വിവാഹം കഴിക്കാൻ വൈന്ദി ഷെയ്യുൻ അതസവ്വജു, എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അടിമ സ്ത്രീ പറഞ്ഞ്, ഇൻജി തൈല റസൂലില്ലാ സയുസവ്വിജുക, നീ അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കലൊന്ന് പോ, എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് വിവാഹം കഴിച്ചു തരിക തന്നെ ചെയ്യും. അലി റളിയല്ലാഹു പറയാം, അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞ ആവേശം കയറ്റി അവസാനം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. ഫലമ്മ അൻ ഖഅത്തു ബൈന യദൈഹി, നബിതങ്ങളുടെ മുമ്പിൽ പോയി ഞാൻ ഇരുന്നപ്പോൾ ഉഫ്ഹിംതു, എൻ്റെ നാവങ്ങ് ഇറങ്ങിപ്പോയി. പറയാൻ നോക്കിയിട്ട് വാക്കുകളൊന്നും പുറത്തു വരുന്നില്ല. ആരെയും പറയുന്നത്? നബിതങ്ങളുടെ വീട്ടിൽ വളർന്ന് വലുതായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, മസ്തതഅതു അൻ അതകല്ലമ ജലാലതൻ വഹൈബതൻ, നബിതങ്ങളുടെ ജലാലത്തും ഹൈബത്തും ഗാംഭീര്യവും കാരണം എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ മിണ്ടാതിരുന്നു എന്ന്. ഇത് വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയത്, ഇൻഷാ അല്ലാഹ് നാളെ നമ്മളും റസൂലിനെ കാണുമല്ലോ അല്ലേ. നമ്മളാ മുമ്പിലിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഫീലിംഗ് എന്തായിരിക്കും അല്ലേ? അലി റളിയല്ലാഹു അൻഹുവിന് പോലും മിണ്ടാൻ പറ്റിയിട്ടില്ല പോലും, ജലാലത്തും ഹൈബത്തും നാവിറങ്ങിപ്പോയി പോലും, ഒന്നും മിണ്ടാതിരുന്നു എന്ന്. നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ ഏറ്റവും നല്ല മനഃശാസ്ത്രജ്ഞനായിരുന്നു, സൈക്കോളജിസ്റ്റായിരുന്നു. ഒരാളുടെ മുഖഭാവം കണ്ടിട്ട് തന്നെ അയാളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരുന്നു. റസൂൽ ചോദിച്ചു, മാ ജാ അബിക്, എന്താ അലിയെ, അലക ഹാജത്തുൻ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഫസക്കത്ത്, അദ്ദേഹം പിന്നെയും മിണ്ടാതിരുന്നു. നബി തങ്ങൾ ചോദിച്ചു, ലഅല്ലക ജിഅത തഖ്തുബ ഫാത്തിമ, എൻ്റെ വരവൊക്കെ കണ്ടിട്ട് നീ ഫാത്തിമയെ കല്യാണം ആലോചിക്കാൻ വന്നതാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഫഖുൽതു നഅം, നബിയെ അതെ, ഞാൻ അതിനു വേണ്ടി വന്നേ. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം, വഹൽ ഇൻദക മിൻ ഷൈഇൻ തസ്തഹില്ലുഹ, അവളെ ഹലാലാക്കാൻ വേണ്ടി മഹർ കൊടുക്കാൻ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഖുൽതു ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ റസൂൽ ചോദിച്ചു, മാ ഫുഇലത് ദിർഉൻ സല്ലഹ്തുകഹ, ബദർ യുദ്ധത്തിന് ശേഷം ഓഹരി വിധിക്കുന്ന സമയത്ത് ഞാൻ നിൻ്റെ ഓഹരിയായിട്ട് നിനക്ക് തന്ന ഒരു ഹുതമി പരിചയമില്ലേ, ഒരു പടച്ചട്ട, അതെവിടെ പോയി? പടയെങ്കിൽ അതെവിടെ പോയി? അതെന്ത് ചെയ്തു? അപ്പോൾ അതെല്ലാം പറയാ, അള്ളാഹു ആണ് ആ പടയെങ്കി എന്ന് പറഞ്ഞ ഒരു വിലയുള്ള സാധനമേ ആയിരുന്നില്ല, മഹറിന് കൊടുക്കാൻ പറ്റിയ സാധനമൊന്നും ആയിരുന്നില്ല. അറുപമേ ഒരു 400 ദിർഹമോ മറ്റോ വരുന്ന ചെറിയൊരു സാധനം, അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. അപ്പോൾ റസൂലാണ് ഞാൻ പറഞ്ഞു, നബി അതെൻ്റെ അടുക്കലുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് മതി, ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു, അത് മഹറായി കൊണ്ടുവരിക, നീ അവളെ വിവാഹം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ചില റിവായത്തുകളിൽ വരുന്നുണ്ട്, അദ്ദേഹം ഈ പടയെങ്കി എടുത്ത് നേരെ സൂക്കിലേക്ക് പോയി. സൂക്കിൽ പോയപ്പോൾ അവിടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പെട്ടെന്ന് തന്നെ 480 ദിർഹം കൊടുത്തിട്ട് ആ പടയെങ്കി വാങ്ങി. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോകാൻ പോകുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അലേ ഇങ്ങോട്ട് വാ. എന്നിട്ട് പറഞ്ഞു, ഈ പടയെങ്കിക്ക് കൂടുതൽ ആവശ്യക്കാരൻ നീ തന്നെയല്ലേ, നീയല്ലേ വീരശൂര പരാക്രമി, അലിയാർ തങ്ങൾ അല്ലേ, പോരാളി, ഈ പടയെങ്കി എന്നെക്കാട്ടി കൂടുതൽ ആവശ്യം നിനക്ക് തന്നെയല്ലേ? പറഞ്ഞു, എനിക്ക് എന്നാൽ പിന്നെ ഈ പടയെങ്കിയും നീ വെച്ചോ, ആ പൈസയും നീ വെച്ചോ, എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു എന്ന്. ഇതും എടുത്തിട്ട് അദ്ദേഹം നേരെ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് രണ്ടും നബി തങ്ങളുടെ മുന്നിൽ ഇട്ടിട്ട് കാര്യം അവതരിപ്പിച്ചു. റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. ഫദഅ ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈർ, ഖൈറിന് വേണ്ടി ഖൈർ കൊടുക്കണേ എന്ന് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ദുആ ചെയ്തു എന്ന്. അങ്ങനെ ഈ 480 ദിർഹം റസൂലുള്ളാഹി രണ്ടായിട്ട് വിധിച്ചു. 2 ഭാഗം സുഗന്ധദ്രവ്യങ്ങളും മറ്റും വാങ്ങാൻ വേണ്ടി കൊടുത്തു, ബാക്കി കുറച്ച് പൈസ അത്യാവശ്യം വേണ്ട സാധനങ്ങളും ചരക്കുകളൊക്കെ വാങ്ങാൻ വേണ്ടി ചിലവഴിച്ചു. ഇനി അടുത്തത് പറയേണ്ടത്, മദീനത്തെ രാജാവ് അവിടുത്തെ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന സമയത്ത് സ്ത്രീധനമായി കയ്യിൽ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് അടുത്ത ക്ലാസ്സിൽ പറയേണ്ടത്. അതേപോലെ തന്നെ അവരുടെ വീട്, അതൊരു പ്രധാനം. അവർ വീട് എവിടെയാണ് വെച്ചത് അല്ലേ, അത് പറയണ്ടേ അല്ലേ, റസൂലുള്ളാഹിൻ്റെ മോളെ മരുമോൻ്റെ വീടിനെ കുറിച്ച് പറയണ്ടേ. പിന്നെ അതേപോലെ തന്നെ അവരുടെ ആദ്യ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ, റസൂലുള്ളാഹി അവിടെ വരുന്നതും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും ഒക്കെ, പിന്നെ അവരുടെ വലീമ, ഇങ്ങനെ
കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.